ഒക്കെ ശരി, എതിരെ ശ്രീ സേനാപതി വേണു, നിലപാടെടുക്കും. ബി ജെ കാരണം പിയുടെ ഒരു സ്റ്റാൻഡ് സംശയവും ഇതാണ്. അതിലില്ല. കോൺഗ്രസിന്റെ സ്റ്റാൻഡും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ അല്ലേ? തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അകത്ത് പോകണം, ഈ ഒരു ഉറച്ച സ്റ്റാൻഡിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, മന്ത്രി ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല, മന്ത്രി ഉണ്ട്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന്റെ കീഴിൽ ഈ മന്ത്രിയുടെ കീഴിലുള്ള കാര്യമാണ്. ഇത് എവിടെയെങ്കിലും ഉള്ള ഒരു കുഞ്ഞു ക്ഷേത്രമൊന്നും അല്ലല്ലോ. പ്രതിദിനം ഇപ്പം അവിടുത്തെ ഭക്തരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 80,000. 1,00,000 ഭക്തന്മാർ പ്രതിദിനം സന്ദർശിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ ജനസംഖ്യയുടെ എത്രയോ ആളുകൾ ഒരു വർഷം കൊണ്ട് എല്ലാ സമയത്തുമായിട്ട് വിഷുവിളക്ക് മറ്റേ മകരവിളക്ക് എല്ലാമായിട്ട് സന്ദർശിക്കുന്ന, ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം ദേവസ്വം ബോർഡിന്റെ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പിന്നെ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അപ്പോ എന്തെങ്കിലും പങ്ക് ഈ കാര്യത്തിൽ, എന്തെങ്കിലും, അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, തന്ത്രിക്കുണ്ട് എങ്കിൽ അതിന്റെ 10 മടങ്ങ് പങ്ക് മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണല്ലോ മന്ത്രി മുമ്പ് പറഞ്ഞത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മന്ത്രി എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, ചുമതല. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത ഘട്ടത്തിലേക്ക്, മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇത് അവരിലേക്കും ഇതിന്റെ അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. പക്ഷേ അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനെ വേറെ രീതിയിൽ വഴിതിരിച്ചു വിടാൻ, അവിടെ ഫോട്ടോ കണ്ടു, ഇവിടെ ചിത്രം കണ്ടു, ഇവിടെ വീഡിയോ കണ്ടു എന്നൊക്കെ ഇത് വഴിതിരിച്ചു വിടാനാണ് എങ്കിൽ ഇതിലെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സേനാപതിയോട് മറ്റൊരു കാര്യമുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇടത് ഭരണം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇടത് സർക്കാർ നിയമിച്ച പ്രസിഡന്റും അംഗങ്ങളും മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. UDF ഭരണകാലത്ത് നിങ്ങൾ നിയമിച്ച ആളുകളും ഉണ്ടായിരുന്നു. ആ സമയത്തും പോറ്റി എവിടെ ഉണ്ടായിരുന്നു? അല്ല, ഈ സ്വർണം പോയത് 2019 ശേഷമാണ് എന്നുള്ളത് വളരെ കൃത്യമായി, അത് 2019-ലാണ്. അതെ, 2019 ശേഷമാണ് ഈ സ്വർണം അവിടുന്ന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ലല്ലോ. അപ്പോ ശേഷമല്ല, 2019-ലാണ്. ആ സമയത്ത് തന്നെയാണ് കണ്ടെത്തി കഴിഞ്ഞു. അതെ, അപ്പോൾ 2019 കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, ഇതെല്ലാം വളരെ സ്പെസിഫിക് കൃത്യമായിട്ട് വന്നിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് നിൽക്കുമ്പോൾ പിന്നെ അതിന്റെ പിറകില് രാമനായർ ഇരുന്നിട്ടുണ്ടോ, അതല്ല എങ്കിൽ അജയ് തറയിൽ ഇരുന്നിട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതിനുശേഷമാണ് ഡൽഹി യാത്രയാണ്. അല്ല, BJPയുടെ സ്റ്റാൻഡും നിങ്ങളുടെ സ്റ്റാൻഡും ഏകദേശം ഒന്ന് തന്നെയാണ്. അത് തന്ത്രിയാണേലും മന്ത്രിയാണേലും കുറ്റക്കാരാണെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും അത് വെറുതെ വിടരുത് എന്നുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ തന്ത്രിയെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ല, മന്ത്രിയെ ഒട്ടുമില്ല. അത് നിങ്ങളുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. BJPയുടെയും അങ്ങനെയാണ്. പക്ഷെ BJP പറയുന്നത് ഒരു പടി കൂടി കടന്നാണ്. ഡൽഹിയിലേക്കുള്ള പോറ്റിയുടെ യാത്രയാണ്. അവിടെ കൂടെ പോയത് ആരാണ്? കോൺഗ്രസിന്റെ MP-മാരാണ്. ആരെയാണ് കണ്ടത്? സോണിയാഗാന്ധിയെയാണ് കണ്ടത്. അല്ല, അവിടെ ഞാൻ ഒറ്റ കാര്യം ഞാൻ മുമ്പ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ, ഈ ആരോപിതനായ പോറ്റിയും ബഹുമാന്യയായ ഞങ്ങളുടെ അന്നത്തെ UPAയുടെ അധ്യക്ഷയും AICCയുടെ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സോണിയാഗാന്ധിയും പോറ്റിയും ഒറ്റയ്ക്കല്ല. ആ ഫോട്ടോയിൽ തന്നെ കാണാം, അതിൻ്റെ അകത്ത് നിരവധിയായ കുട്ടികളും മറ്റാളുകളും ഒക്കെ സന്ദർശനം നടത്തുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞേ, ഒരു കളങ്കിതമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ഈ ആളുകളെ ഒന്ന് സാക്ഷിയാക്കിക്കൊണ്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ അകത്ത് എത്രയോ ആളുകളെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ എന്താ പറഞ്ഞേ, അവരുടെ ഔദ്യോഗിക വസതിയിൽ, അത് ആ ലൈബ്രറി മുറിയിലാണ് ഈ സന്ദർശനം നടത്തുന്നതും ഒക്കെ. അപ്പോൾ ചിലപ്പോൾ ഇപ്പം ശബരിമലയിൽ ഈ തന്ത്രിയും അല്ലെങ്കിൽ തന്ത്രിയോടൊപ്പമുള്ള ഈ കുതന്ത്രിയും പ്രസാദം കൊടുക്കാം, അത് രോഗശാന്തി വരുത്തും എന്നൊക്കെയാണല്ലോ ഇവരൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കാം വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ രഹസ്യമായ ഒരു സന്ദർശനമോ അല്ലെങ്കിൽ മറ്റാളുകളുടെ സാന്നിധ്യമില്ലാത്ത ഒരു സന്ദർശനമല്ല. നിങ്ങൾ ആരോപിക്കുന്ന MP-മാര് അവരോടൊപ്പം ഏതാണ്ട് 1/2 ഡസൻ ആളുകൾ, ആ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇവർ സന്ദർശനം നടത്തുന്നത്. ഇനി ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യത്തെ ഞാനും പിന്തുണയ്ക്കുന്നു. ഇനി അതിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ SIT അന്വേഷിക്കട്ടെ. ആ അന്വേഷണവും പുറത്തു വരണമല്ലോ. നമ്മളെന്തിനാന്നേ എന്താ പറഞ്ഞേ, ആരെയെങ്കിലും മറക്കേണ്ടതോ ആരെയെങ്കിലും രക്ഷിക്കേണ്ടതോ ഒന്നുമില്ലല്ലോ. ഇവരേതെങ്കിലും രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഈ താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ, അതിൽ തന്ത്രിയുടെ ഒരു പഴയ ബൈറ്റ് ഞാനത് ഇന്ന് കേട്ടു നോക്കുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടങ്ങിയ സമയത്താണ്, അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അനുമതി കൊടുത്തിരുന്നു സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി.
അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിന് ദേവപ്രശ്നം വേണ്ടേ, ദേവഹിതം അറിയേണ്ടേ എന്ന്. പക്ഷേ അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നതിന് അത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി. പമ്പ കടത്തിയത് ആ അനുമതിയുടെ ബലത്തിലാണ്. പിന്നീടെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഭരണാനുമതി കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതെല്ലാം അവർ ചെയ്തു. പക്ഷേ അവിടെ തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. താങ്കളിലേക്ക് വരാൻ മുമ്പ് ശ്രീ MS വേണുഗോപാൽ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം മാനുവൽ അവിടെ മാറാല പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ്. ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ആചാരപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ശബരിമലയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ ഈ അന്വേഷണവും ഈ സ്വർണ്ണക്കൊള്ളയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ശബരിമലയെ കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു, ദേവസ്വം ബോർഡ് മെമ്പർമാർ എന്ത് ചെയ്തു, അവരുടെ കീഴിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, തന്ത്രി എന്ത് ചെയ്തു എന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്തം വരികയാണ്. ആദ്യം അറസ്റ്റിലായ മുരാരി ബാബു പറഞ്ഞത് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും അറസ്റ്റിലാകുമ്പോഴും പത്മകുമാർ ആണെങ്കിലും പറയുന്നത് എനിക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് അറസ്റ്റിലായ വാസുവും പറയുന്നത് എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കാണിത് അറിയുക? അപ്പോൾ മാനുവലോ അവിടുത്തെ ദേവസ്വം മാനുവൽ പ്രകാരം ഇവരെല്ലാം അറിഞ്ഞിരിക്കണം, ഇവരെല്ലാം കണ്ടിരിക്കണം. അവിടുന്ന് ഇതുവരെ എല്ലാം ഒപ്പിട്ട് ഞങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തിരുത്തി ഒപ്പിട്ടിട്ടുണ്ട്. അത് ഭരണപരമായി തീരുമാനങ്ങൾ എടുക്കുന്നവർ അത് ഒപ്പിടേണ്ടി വരും. അത് ഒപ്പിട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് പത്മകുമാറും വാസുവും ഒക്കെ കുടുങ്ങിയത്, സുധീഷ് കുമാറും ഒക്കെ വന്നത്. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ തന്ത്രിയും മന്ത്രിയും അവർ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു മൗനാനുവാദം എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചുമതലയുള്ള ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല. ഇത്രയും സാമഗ്രികൾ, അമൂല്യ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് പമ്പ കടത്തി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ വിവരം മന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് ആര് പറഞ്ഞാൽ വിശ്വസിക്കും? കടകംപള്ളി സുരേന്ദ്രൻ എന്ന അധികായൻ എന്ന് തന്നെ പറയാം. ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അവിടെ പറക്കുമോ? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമായിട്ട് താങ്കൾ കരുതിയാൽ മതി. ഇപ്പോൾ തന്ത്രിക്കെതിരെ ഇതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ മന്ത്രിയും ഇതേ കാര്യങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ മൗനാനുവാദമെങ്കിൽ മൗനാനുവാദം ഉണ്ടായിട്ടുണ്ട്. കാരണം ശരിയാണ്, ഒപ്പിട്ടിട്ടില്ല. കാരണം മന്ത്രിക്ക് അങ്ങനെ ഒപ്പിടേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം കൂടി സംഭവിക്കാം, സ്വാധീനം വെച്ച് നോക്കുമ്പോൾ, അധികാരം വെച്ച് നോക്കുമ്പോൾ നിർദ്ദേശം എന്നുള്ള കാര്യം കൂടി. അല്ല മഞ്ജുഷേ, ഇതിൽ നിർദ്ദേശമോ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ കുറ്റകൃത്യത്തിൽ നിലവിൽ ആ ഗൂഢാലോചന, കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.